ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത ഒരു പുതിയൊരു ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വേറൊന്നുമല്ല, വെൺപൊങ്കലാണ്. പൊങ്കൽ തമിഴ്നാട്ടുകാരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പൊങ്കൽ. ഇപ്പം നമ്മൾ മലയാളികളും കഴിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പൊങ്കൽ. അപ്പോൾ ആ പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ആയിരിക്കാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറുപരിപ്പും പച്ചരിയാണ്. നമ്മൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ 1/2 കപ്പോളം ചെറുപരിപ്പ് പറഞ്ഞാൽ നമ്മൾ പായസത്തിനൊക്കെ എടുക്കില്ലേ, പരിപ്പ് പായസത്തിനൊക്കെ, ആ പരിപ്പാണ്. ആ പരിപ്പിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. പായസത്തിന് ചെയ്യുന്ന അത്ര വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ പരിപ്പും അരിയും കൂടി നമ്മൾ 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അതിനുശേഷം ഊറ്റി വെച്ചതാണിത്. പിന്നെ വേണ്ടത് കുരുമുളകും ജീരകമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. എനിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് നന്നായി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര അങ്ങനെ വലുതായിട്ട് അതിൽ കാണില്ല. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കുരുമുളകൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ഞാൻ ചെറുപ്പത്തിൽ പൊങ്കൽ വയ്ക്കുമ്പോൾ കുരുമുളക് കാരണം കൊണ്ട് ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കുരുമുളകൊക്കെ ഒന്ന് ചതച്ചിടാൻ തുടങ്ങി. അപ്പോൾ കുരുമുളകും ജീരകവും അങ്ങനെ ചതച്ചിട്ടാൽ അതിന് ഒന്നും കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ 2 പച്ചമുളക് കീറി വെച്ചത്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ നെയ്യ്. ഇനി നമുക്ക് കാഷ്നട്ടും കൂടി വേണം, അണ്ടിപ്പരിപ്പ് വേണം. അതിപ്പോൾ നമുക്ക് പുറത്തെടുത്ത് വെച്ചാൽ തണുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അത് വറുത്തിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കണം. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിന് മുമ്പ് തന്നെ ഈ കപ്പിനാണ് ഞാൻ അരി എടുത്തതെന്ന് പറഞ്ഞില്ലേ, ഈ കപ്പിന് 1.5 കപ്പുള്ള കാരണം ഞാൻ ഇതിന് 5.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പൊങ്കൽ വെന്ത് കുഴയേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെക്കണം. അപ്പോൾ ഞാനെപ്പോഴും ഇതിന് 5.5 കപ്പ് വെള്ളമാണ് എൻ്റെ അളവ്. ആ 5.5 കപ്പ് വെള്ളം നമ്മൾ നന്നായി തിളപ്പിച്ച് വെക്കണം കേട്ടോ. വെള്ളം നന്നായി തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്യാസിൽ ഒരു സൈഡിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നെയ്യ് അരിക്ക് ഒഴിച്ച് കൊടുക്കാം. നെയ്യാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. എണ്ണയൊന്നും വേണ്ട, ഞാൻ ഇതിൻ്റെ കൂടെ എണ്ണയൊന്നും ഒഴിക്കാറില്ല. ഇപ്പം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നെയ്യ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നെയ്യ് നന്നായിട്ട് ഒഴിക്കാറുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഈ ജീരകം കുരുമുളകും, അതൊന്ന് കുറച്ച് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണു. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചില്ലേ ഈ അരി ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് കൂട്ടി വയ്ക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. ഈ നെയ്യും അരിയും പരിപ്പും തമ്മിൽ നല്ല യോജിപ്പ് വന്നിട്ട് നന്നായി ഇളക്കണം. അപ്പോഴാണ് ഈ പൊങ്കലിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. അരി ഞാൻ ആദ്യം വറുത്തിട്ടില്ല. ചില ആൾക്കാർ അരിയൊക്കെ വറുക്കാറുണ്ട്, ഞാൻ അരി വറുക്കാറില്ല. ഈ പരിപ്പ് മാത്രമേ വറുക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, 1.5 മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കുക തന്നെ വേണം. അപ്പോഴാണ് അതൊന്ന് ശരിക്കും നന്നായി വെന്ത് കിട്ടുള്ളൂ. അത് നന്നായിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഈ കുരുമുളകും ജീരകവും ഇഞ്ചിയും എല്ലാം ഇതിലേക്ക് യോജിപ്പിച്ച് വരും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 5.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണം, തിളച്ച വെള്ളമാണ്, ചൂടുവെള്ളം കൂടിയല്ല, നന്നായി തിളപ്പിച്ച വെള്ളമാണ്. ഈ ഗ്യാസ് ഇനി കൂട്ടുക. ഞാനൊന്ന് ഇളക്കുമ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഈ സൈഡിൽ കിടക്കുന്ന പരിപ്പിനി അരിയൊക്കെ
ഇതിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം അവിടെ 1.5 സ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് അതിലേക്കിടുക. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂടാൻ കുറയ്ക്കുക. ഞാൻ എൻ്റെ ഒരു അളവിൽ 1.5 സ്പൂൺ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇത് തള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ തള വന്ന് തുടങ്ങി. ഇനി നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. സ്റ്റീം ഫുള്ള് തന്നെയാണ്. ഇനി ഇതിന് ഒരു 5 വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 5 വിസിൽ വന്നതിന് ശേഷം തുറന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 5 വിസിലടിച്ചു. കുക്കർ നമ്മളല്ല, കുക്കർ. അതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കണം. ഇതാക്കണ്ടാവും. ഞാൻ രണ്ടാമത് നമ്മുടെ പൊങ്കൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ നെയ്യ് എടുത്തു. ഇനി എനിക്ക് വറുത്തിടണം. അപ്പം ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ചൂട് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കുക്കർ ഒന്നും കൂടി അടച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തുറന്നതാണ് കേട്ടോ. പിന്നെ ഈ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം ഞാൻ കുറച്ചധികം നെയ്യിട്ടത് കാണാണ്ട് ഇപ്പോഴും നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നെയ്യ് ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര ഒഴിക്കേണ്ട. കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളകും ജീരകം ചതച്ചതില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുരുമുളകും ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മളതിലിട്ടപ്പോൾ വേവുമ്പോൾ നമ്മുടെ നല്ല മണം ഉണ്ടായിരുന്നു. നെയ്യും ജീരകവും കുരുമുളകും ഒക്കെ പാടെ കൂടിയതിൻ്റെ ഒരു മണം അത് വേവാൻ തുടങ്ങുമ്പോൾ വരും. നമുക്ക് ആ മണം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പൊങ്കൽ കഴിക്കാൻ തോന്നും. അപ്പം ഇതിലേക്ക് ഇതിപ്പോൾ ഈ ജീരകവും കുരുമുളകും ഒക്കെ ഈ പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് ഇത്ര അളവ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര അളവ് ഇടണ്ട. ഇട്ടാൽ നല്ലതാണ്. ജീരകവും കുരുമുളകൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പൊങ്കലിന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ അത്. ഞാൻ ഏത് ഹോട്ടലിൽ രാവിലെ പോയാലും വൈകുന്നേരം പോയാലും ആദ്യം ചോദിക്കുക പൊങ്കലുണ്ടോയെന്ന്. ഇതൊന്ന് നമ്മൾ ഇതിലിട്ടിട്ട് ഇതിൻ്റെ കളറൊന്ന് ഈ കാഷ്നട്ടിൻ്റെ കളറൊന്ന് മാറണം. മാറാൻ തുടങ്ങി. കണ്ടോ? കളർ മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ഗ്യാസ് സിമ്മിലാക്കുക. എന്നിട്ട് ഈ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഒരു പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം. ഇത്രയും മതി. ഇനി നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഇത് താഴ്ത്തുന്നതുകൊണ്ട് മുകളിലേക്ക് നന്നായി ഇളക്കി കൊടുക്കും. ഈ കുറച്ചും കൂടി വെന്ത് കുഴയണം, ഒന്നും കൂടി വെന്ത് കുഴയണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് 5.5 ഗ്ലാസ്സിന് പകരം വന്ന് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ 5 വിസിലടിച്ചതിന് പകരം 6 വിസിലടിക്കാം. എനിക്ക് ഇത്രയാണ് ഇഷ്ടമുള്ളൂ. ഇനി വെന്ത് കുഴയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തതാണ്. അത് തന്നെ കറക്റ്റായിട്ടുള്ളൊരു പാകമാണ് അതിൻ്റെ. ഇതാ എല്ലാ സൈഡിലേക്കും വീണ്ടും ആ നെയ്യും. നമ്മളെ സ്വാദിഷ്ടമായ പൊങ്കൽ റെഡിയായി. പിന്നെ ഒരു കാര്യം ഇടയിൽ പറയാൻ മറന്നിരുന്നു. ഈ കാഷ്നട്ട് ഫുള്ളായിട്ട് ഇടരുത്. ഫുള്ളായിട്ടുള്ള കാഷ്നട്ടാണെങ്കിൽ നിങ്ങൾ പകുതിയായിട്ട് വേണം അതിലേക്ക് ഇടാൻ. അപ്പോഴാണ് അതിലിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതാണ് നമ്മുടെ വെൺപൊങ്കൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ രാവിലെയോ രാത്രിയോ എപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ ഒരു പൊങ്കൽ ഉണ്ടാക്കി നോക്കൂ. ഈ റെസിപ്പി നോക്കിയിട്ട് ജ്യോതിസ് കറി വേൾഡിൽ പോയി പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്നിട്ട് എഴുതണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.
അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ നന്നായി പൊങ്കൽ ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.